ഹലോ വെൽക്കം ടു സാരി കിച്ചൺ. ഇന്ന് നമ്മളൊരു ഇഫ്താർ സ്പെഷ്യൽ സ്നാക്കാണ് ചെയ്യുന്നത്. അടിപൊളിയാണ്, ഹെൽത്തി ആണ് കേട്ടോ. ഇതിൽ നമ്മൾ മൈദ ഒന്നും ഉപയോഗിക്കുന്നില്ല. നമ്മളിന്ന് നെയ്പത്തൽ നിറച്ചതാണ് ചെയ്യുന്നത്. നല്ല എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കാൻ നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഒരു ഫ്രൈ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തതും പിന്നെ ഒരു ടീസ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം കേട്ടോ. പിന്നെ ഒരു 3 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള നല്ല സോഫ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് പൊടികളൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വേറൊന്നും ചേർക്കുന്നില്ല. ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക, നിങ്ങളുടെ പാകത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ മസാല. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു നെയ്പത്തലിൻ്റെ മാവാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് പച്ചരി. എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ആ ഒരു വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂണോളം പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ചെറുതായിട്ട് തരിതരിപ്പോടെ നമുക്കൊന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് ഫൈനായിട്ട് പേസ്റ്റ് ആവുമൊന്നും വേണ്ട. അപ്പോൾ അത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരിപ്പൊടി ചേർത്തിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ണൂർ സ്റ്റൈലിലുള്ള അരിപ്പൊടി കേട്ടോ, പച്ചവെള്ളത്തിൽ കുഴക്കാൻ പറ്റുന്ന. നിങ്ങൾ ഏത് രീതിയിലാണ്, ഇപ്പം മലപ്പുറമൊക്കെ പൊടി വാട്ടിയിട്ടാണല്ലോ എടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണോ നെയ്പത്തലിനുള്ള മാവ് റെഡിയാക്കി എടുക്കുന്നത് ആ രീതിയിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നെയ്പത്തലിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ എടുത്തിട്ടുണ്ട്, നമുക്കിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഓയിലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഉരുള മാവ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ജസ്റ്റ് നമ്മുടെ കൈൻ്റെ ഈ ഒരു ഭാഗം വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക. നല്ല നൈസായിട്ടൊന്നും പരത്തണ്ട, ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി. കുറച്ച് കട്ടിയുണ്ടെങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. നമുക്കതൊരു ആ ഒരു പോക്കറ്റ് കിട്ടണം. അപ്പോൾ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിലാകുമ്പോൾ ഇതുപോലെ ഒന്ന് ചെരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് ഈസി ആയിട്ട് വന്നോളും. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടാവണം ഓയിൽ. ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് അങ്ങ് ഇട്ട് കൊടുക്കാം. നല്ല ചൂടുമാണ് കേട്ടോ, എന്നാലേ കറക്റ്റായിട്ട് അങ്ങനെ പൊന്തി വരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങനെ ചൂടുള്ള ഓയിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടത് പൊങ്ങി വരും. ഇതാ ഇങ്ങനെ പൊങ്ങി വന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ആ ഒരു പോക്കറ്റ് കിട്ടുള്ളൂ, ഫില്ലിങ് നിറക്കാനും പറ്റുള്ളൂ. ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. സാധാരണ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം പരത്തിയെടുക്കുക. പരത്തിയെടുക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കട്ടിയിലങ്ങ് പരത്തിയെടുക്കണം. നല്ല നൈസ് ആവരുത്. പിന്നെ ഓയിൽ നല്ല ചൂടും വേണം. കുറച്ചങ്ങ് ചുട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം ചൂടാറാൻ നിൽക്കരുത്. ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പോക്കറ്റൊക്കെ താഴ്ന്നു പോകും. ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ആ സമയത്ത് തന്നെ നമുക്ക് ഫില്ലിങ് നിറക്കണം. ജസ്റ്റ് നമ്മുടെ കയ്യിൽ പിടിക്കാനുള്ള ആ ഒരു ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നിറക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സൈഡ് ഭാഗം ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് കീറിയെടുക്കുന്നുണ്ട്, ആ ഒരു പോക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതാ ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു ഉള്ളി മസാല ഉണ്ടല്ലോ, അത് ആദ്യം ഒരു 2 ടേബിൾ സ്പൂണോളം വെച്ച് കൊടുക്കും. നിങ്ങളുടെ നെയ്പത്തലിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് കുറച്ചും കൂടി സ്പേസ് ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ചിട്ട് നിറച്ച് കൊടുക്കാം. കുറച്ച് ചെറിയ നെയ്പത്തലാക്കുന്നതായിരിക്കും നല്ലത്. വലുതായാൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. പിന്നെ ഒരു പുഴുങ്ങിയ മുട്ടയുടെ 1/3 ചേർത്ത് കൊടുക്കുക. ഒരു മുട്ട 3 പീസാക്കിയിട്ട് അതിൻ്റെ ഒരു ഭാഗമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പച്ച ഉള്ളിയില്ലേ, അത് വിതറാൻ, കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുക. നല്ലോണം ചൂടാറാൻ നിൽക്കരുത്, പെട്ടെന്ന് തന്നെ അത് കീറുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ആദ്യം ഉള്ളി മസാല വെച്ച് കൊടുക്കുക, മുട്ട വെച്ച് കൊടുക്കുക. പിന്നെ പച്ചുള്ളി വേണമെങ്കിൽ അതും നിറച്ച് കൊടുക്കുക. ഇപ്പോൾ നല്ലൊരു തട്ടുകട സ്പെഷ്യലാണ് കേട്ടോ ഇതെനിക്ക് കിട്ടിയത്, ഈ ഒരു റെസിപ്പി കിട്ടിയത് കണ്ണൂരിലെ തട്ടുകട ഫുഡ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ ഒരു ചാനൽ പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു. റെസിപ്പി ആയിട്ടല്ല, ഇങ്ങനെ കുറച്ച് തട്ടുകട ഐറ്റംസ് എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുണ്ടായതാട്ടോ ഇത്.
ഞാൻ ഇതുവരെ ഇതുപോലത്തെ ഐറ്റം പുറത്തുനിന്നൊന്നും കഴിച്ചിട്ടില്ല, അതുപോലെ കണ്ടിട്ടുമില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പെട്ടെന്ന് ചെയ്തെടുക്കുകയും ചെയ്യാം. പിന്നെ ഒന്ന് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറങ്ങ് ഫില്ലാവും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്